സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും. എറണാകുളം മുതൽ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മലയോര മേഖലയിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ്. എറണാകുളം മുതൽ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു. കാളിദാസ്, എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എറണാകുളം ജില്ലയിലെ നിലവിലെ മഴയുടെ സാഹചര്യം എന്തൊക്കെയാണ്? ദീപ്തി, വടക്കൻ ജില്ലകൾ തൊട്ട്, അതായത് കാസർഗോഡ് തൊട്ട് എറണാകുളം വരെയാണ്, മധ്യ കേരളം വരെയാണ് ഇപ്പോൾ മഞ്ഞ മുന്നറിയിപ്പ്, യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. അതിശക്തമായ മഴയുണ്ടാകുമെന്നുള്ളതും കൂടിയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. എന്തായാലും എറണാകുളം ജില്ലയെ സംബന്ധിച്ച് രാവിലെ വലിയ രീതിയിൽ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെറിയ മഴയുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊരു അതിശക്തമായ മഴയിലേക്ക് കടക്കുമോ എന്നുള്ള തരത്തിലുള്ള ആശങ്കകൾ കൂടി ഉണ്ടായിരുന്നു. കാരണം ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് തിങ്കളാഴ്ചയാണ്. വിദ്യാർത്ഥികളടക്കം അതോടൊപ്പം തന്നെ മുതിർന്നവരടക്കം ഒരു വീക്കെൻഡിന് ശേഷം, അല്ലെങ്കിൽ ഒരു ആഴ്ചയുടെ അവസാനത്തിന് ശേഷം, വാരാന്ത്യത്തിന് ശേഷം വീണ്ടും അവരുടെ ജോലികളിലേക്കും സ്കൂളുകളിലേക്കും ഒക്കെ കടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഈ ഒരു തിങ്കളാഴ്ച തൊട്ട് അതിശക്തമായ മഴയുണ്ടാകുമെന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. അത്തരത്തിലായിരുന്നു മുന്നറിയിപ്പും ലഭിച്ചിരുന്നത്. എന്തായാലും എറണാകുളം ജില്ലയിൽ രാവിലെ മഴ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തുടർന്നങ്ങോട്ട് അതിശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ളൊരു സൂചന നൽകുന്ന തരത്തിലായിരുന്നു രാവിലത്തെ മഴ, അല്ലെങ്കിൽ പുലർച്ചെ ഉണ്ടായിരുന്ന ഒരു മഴ എന്ന് പറയുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യം അല്പം ശാന്തമാണ് എന്ന് പറയാമെങ്കിലും ഇത്തരത്തിൽ മഴക്കാറുകൾ മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷം കൂടിയാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം എന്നുള്ളതും കൂടിയുണ്ട്. അതിശക്തമായ മഴ തന്നെ ഉണ്ടാകുമെന്നുള്ളത് കൂടിയുണ്ട്. മാത്രമല്ല, കേരള തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനടക്കം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിശക്തമായ കാറ്റും ഉണ്ടാകും എന്നുള്ളതും കൂടിയാണ് കാലാവസ്ഥാ വകുപ്പ് നിലവിൽ അറിയിക്കുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് എറണാകുളം ജില്ലയിൽ മഴ തുടരുന്നില്ല. മഴ ഉണ്ട്, അല്ലെങ്കിൽ മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ്. എന്നാൽ എറണാകുളത്തിന്റെ പല ഭാഗങ്ങളിലും, ഉൾഭാഗങ്ങളിലെല്ലാം മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നതായിട്ടും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. നഗരഭാഗങ്ങളിൽ ഇപ്പോൾ നിലവിൽ മഴയില്ല എന്നുള്ളതും കൂടിയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ച വിവരം. എന്തായാലും മഴക്കാറുകൾ അത്രയും അധികം മൂടിക്കെട്ടി നിൽക്കുന്നൊരു സാഹചര്യമാണ്. ഏത് നിമിഷം വേണമെങ്കിലും അതിശക്തമായൊരു മഴ തന്നെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തീർച്ചയായും ഈ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, കേരള തീരങ്ങളിൽ, അതായത് എറണാകുളത്തെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞ മുന്നറിയിപ്പ്, അതിശക്തമായ മഴയെ സംബന്ധിച്ച് മുന്നറിയിപ്പ് എറണാകുളം ജില്ല വരെയാണെങ്കിലും, അല്ലെങ്കിൽ കാസർഗോഡ് മുതൽ മധ്യ കേരളം വരെയാണെങ്കിലും, മത്സ്യബന്ധനത്തെ സംബന്ധിച്ച് കേരള തീരങ്ങളിലടക്കം കേരള തീരങ്ങളിലെ എല്ലാ തീരങ്ങളിലേക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് ലഭിച്ച വിവരമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കൃത്യമായി ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വകുപ്പ് എന്നുള്ളതും കൂടിയുണ്ട്. ഇപ്പോൾ മഴ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ എന്നതിനെ സംബന്ധിച്ച്, പ്രതീക്ഷ എന്നതിനേക്കാൾ ഉപരി വലിയ രീതിയിലൊരു ആശങ്കയുണ്ട് എന്നുള്ളതും കൂടിയാണ്. ഈ ഒരു ശക്തമായ മഴ എത്തരത്തിലായിരിക്കും ചെന്ന് അവസാനിക്കുക എന്നുള്ള പേടിയൊക്കെ തന്നെയുണ്ട്. കഴിഞ്ഞ വർഷം നമുക്കറിയാം, ഈ ഒരു സമയത്താണ് പല തരത്തിലുള്ള ദുരന്തങ്ങളും അടക്കം കേരളം നേരിട്ടത്. അപ്പോൾ ഇത്തരത്തിലൊരു ദുരന്തങ്ങളിലേക്കൊക്കെ പോകുമോ എന്നുള്ളൊരു ചില ആശങ്കകളൊക്കെ ജനങ്ങൾക്കിടയിലുമുണ്ട്. കാലാവസ്ഥാ വകുപ്പും അത്തരത്തിൽ തന്നെ അറിയിക്കുന്നുണ്ട്. അതിശക്തമായ കാറ്റിനും അതിശക്തമായ മഴയ്ക്കുമാണ് സാധ്യതയുള്ളത് എന്നുള്ളതാണ് നിലവിൽ അറിയിക്കുന്നത്. എന്തായാലും നിലവിൽ എറണാകുളം ജില്ലയിൽ നഗരഭാഗങ്ങളിൽ, പ്രധാനപ്പെട്ട എറണാകുളം നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലൊന്നും മഴ പെയ്യുന്നില്ല. എന്നാൽ ഉള്ളിലേക്ക് ചില ഭാഗങ്ങളിൽ മാത്രം മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് ലഭിക്കുന്ന വിവരം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. എറണാകുളം മുതൽ കാസർഗോഡ് ജില്ല വരെ ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 9 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ നിലവിൽ മഴ മുന്നറിയിപ്പില്ല. ഇപ്പോൾ കോഴിക്കോട് നിന്നും അബിന പി ചിറക്കൽ ചേരുന്നു. അബിന, നിലവിൽ ഈ ഒരു മലബാർ മേഖലയിലെ മഴയുടെ സാഹചര്യം എന്താണ്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
ദീപ്തി, ഇന്ന് പുലർച്ചെ മുതൽ ഇടതടവില്ലാതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ മഴ ശക്തമായിട്ടല്ല പെയ്യുന്നത് എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. മലയോര മേഖലയിലും സമാന സ്ഥിതി തന്നെയാണ്. ഇടതടവില്ലാതെ ചെറിയ തോതിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും മുന്നറിയിപ്പ് ഇപ്പോഴും, ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രധാനമായും മുൻപ് ഉരുൾപൊട്ടിയ വിലങ്ങാട്, അതോടൊപ്പം തന്നെ മരുതോങ്കര. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് മരുതോങ്കര ആൾതാമസമില്ലാത്ത ഇടത്ത് ഉരുൾപൊട്ടിയതായി സംശയം നാട്ടുകാർ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് മരുതോങ്കരയിലെ ചില ഈ ഭാഗങ്ങളിലുള്ള പ്രദേശവാസികൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ വരും മണിക്കൂറിൽ ശക്തമായ മഴയ്ക്ക് തന്നെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെ പല ഭാഗങ്ങളിലേക്കും നോക്കിക്കഴിഞ്ഞാൽ തോട്ടുമുക്കം, മുക്കം, കൂടരഞ്ഞി, കൂമ്പാറ എന്നീ ഭാഗങ്ങളിലെല്ലാം തന്നെ മഴ നേരിയ തോതിൽ ഇപ്പോഴും തുടരുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത്. ഈ ഭാഗങ്ങളിലേക്കെല്ലാം തന്നെ പോകുന്നവർ, മലയോര മേഖലയിലേക്ക് പോകുന്ന ആളുകൾ അതീവ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശവുമുണ്ട്. ഒരു പക്ഷേ മണ്ണിടിയാനും അതോടൊപ്പം തന്നെ മരച്ചില്ലകൾ പൊട്ടി വീഴാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൂടാതെ മലയോര മേഖലയിൽ ഈ ഒരു സാഹചര്യത്തിൽ വലിയ കോടമഞ്ഞ് രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ വാഹനങ്ങൾ, ഒരു പക്ഷേ മുൻപിലുള്ള വാഹനങ്ങൾ കാണാനോ അല്ലെങ്കിൽ കാൽനട യാത്രക്കാരെ കാണാനോ സാധ്യമല്ലാത്ത ഒരു സാഹചര്യമാണ്. ഈ ഒരു ഘട്ടത്തിലും യാത്രക്കാർ അതീവ ജാഗ്രത പുലർത്തിക്കൊണ്ട് തന്നെ മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ നിലവിൽ വയനാട് ചുരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വയനാട് ചുരത്തിൽ കാര്യമായ ഗതാഗത തടസ്സങ്ങളോ മറ്റൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു മുന്നറിയിപ്പും ഇതിനോടകം നൽകുന്നുണ്ട്. എങ്കിൽ പോലും അനാവശ്യ യാത്രകൾ ഈ ചുരം ഭാഗങ്ങളിലേക്കും അതോടൊപ്പം തന്നെ കക്കാടംപൊയിൽ ഭാഗങ്ങളിലേക്ക് വിനോദസഞ്ചാര മേഖലയിലേക്ക് പോകുന്ന ആളുകളും അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. അനാവശ്യമായി മറ്റിടങ്ങളിൽ ഈ വളവ് പോലുള്ള ഭാഗങ്ങളിൽ, ചുരം പോലുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ നിൽക്കുന്നത് ഒഴിവാക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും മുന്നറിയിപ്പ് നൽകുന്നത്. അതോടൊപ്പം തന്നെ പതങ്കയം പോലുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളാവട്ടെ, ചെറിയ കുട്ടികളാവട്ടെ, ഇത്തരത്തിൽ വെള്ളക്കെട്ടുകളിലേക്ക് ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം വെള്ളത്തിന് ഒഴുക്കില്ലെങ്കിൽ പോലും വെള്ളത്തിൽ മുങ്ങിത്താവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലുള്ള തീരദേശവാസികൾക്കെല്ലാം തന്നെ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് നിലവിൽ വിലക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ കോറി പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നേരത്തെയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം ഇപ്പോഴും തുടരുകയാണ്. ദീപ്തി, തീർച്ചയായും അഭിന, ഈ ഒരു മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു മലയോര പ്രദേശങ്ങളിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ മുന്നൊരുക്കങ്ങൾ എന്തെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ? നിലവിൽ ദീപ്തി, മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ണിടിച്ചിൽ, അതോടൊപ്പം തന്നെ ഈ മരങ്ങൾ പൊട്ടി വീഴൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഉണ്ടാകാറ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കനത്ത മഴയെ തുടർന്ന് വിവിധയിടങ്ങളിൽ വീടുകൾ പൊളിഞ്ഞു വീഴുകയും അതോടൊപ്പം തന്നെ ഭിത്തി തകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവം വീടുകളിലേക്കാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ മേഖലയിലുള്ള ജനങ്ങൾ മാറ്റിപ്പാർപ്പിക്കുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല. ഇവർക്കുള്ള ജാഗ്രതാ നിർദ്ദേശം മാത്രമാണ് നിലവിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മലയോര മേഖലയിലേക്കുള്ള യാത്രയിൽ തന്നെയാണ്. യാത്ര അധികവും എന്ന് പറയുമ്പോൾ വലിയ കോടമഞ്ഞ് രൂപപ്പെടുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലേക്ക് പോകുന്ന, യാത്ര ചെയ്യുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മഴ അതിശക്തമായിട്ടല്ല ഈ മലയോര മേഖലയിൽ നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലേക്കെല്ലാം, പ്രത്യേകിച്ച് താമരശ്ശേരി ചുരം, അതോടൊപ്പം തന്നെ കക്കാടംപൊയിൽ, കൂമ്പാറ, കൂടരഞ്ഞി, മുക്കം, തോട്ടുമുക്കം ഭാഗങ്ങളിലേക്കെല്ലാം പോകുന്ന ആളുകൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് റോഡുകളിലൂടെ എല്ലാം തന്നെ യാത്ര ചെയ്യുന്നവർ ഈ കോടമഞ്ഞ് രൂപപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ കാൽനട യാത്രക്കാർ പോകുന്നത് പോലും ഒരുപക്ഷെ യാത്രക്കാർക്ക് കാണാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രാത്രി യാത്രകൾ ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. ഒരു പക്ഷേ ഏത് സമയത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടാവുക, അതോടൊപ്പം തന്നെ ഈ മരങ്ങൾ പൊട്ടി വീഴുന്നത് എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഒരു വ്യക്തത ഇല്ലാത്തതിനാലും കനത്ത മഴയ്ക്ക്, രാത്രി സമയങ്ങളാണ് കൂടുതലായും മലയോര മേഖലയിൽ കനത്ത മഴ രൂപപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മലയോര മേഖലയിലുള്ള ആളുകളോട് ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശം അറിയിച്ചിരിക്കുന്നത്. ശരി, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, നിലവിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല. എന്നിരുന്നാലും ഈ ഒരു സംസ്ഥാനത്ത് പരക്കെ അതിശക്തമായ മഴ തുടരും എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ തിരുവനന്തപുരം ജില്ലയിലെ മഴയുടെ സാഹചര്യം എന്താണ്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, വടക്കൻ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നിപ്പോൾ നോക്കുമ്പോഴും എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. തെക്കൻ ജില്ലകൾക്ക് അങ്ങനെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എങ്കിൽ കൂടിയും
അത്യാവശ്യം നല്ല രീതിയിൽ മഴ തെക്കൻ ജില്ലകളിൽ പെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മിതമായ നിരക്കിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ വലിയ മുന്നറിയിപ്പുകളൊന്നും തന്നെ തെക്കൻ ജില്ലകൾക്ക് നൽകിയിട്ടില്ല. പക്ഷേ മഴ പെയ്യുന്നുണ്ട്, ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാ ജില്ലകൾക്കും പൊതുവായിട്ട് നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്. അതുപോലെ തന്നെ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികൾക്കും നൽകിയിരുന്ന ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 3 മുതൽ 3.2 മീറ്റർ വരെ ഉയരത്തിൽ ഉള്ള തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് തീരദേശവാസികൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണം, മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പാണ് ഇൻഗോയിസ് നിലവിൽ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ പല തീരങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരങ്ങളിൽ അലേർട്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കൂടാതെ തന്നെ മലയോര മേഖലകളിൽ അടക്കം താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിലൂടെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലകളിലൊക്കെ തന്നെ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണം, ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ കാറ്റിനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ടുള്ള മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കണക്കിലെടുത്തുകൊണ്ട് വരും ദിവസങ്ങളിലും ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ നൽകിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടി മഴ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത അത്രത്തോളം തീവ്രമായുള്ള മഴ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകില്ല എന്നുള്ളത് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി സ്വാധീനം കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. വരും ദിവസങ്ങളിൽ ആ മഴയുടെ ശക്തി കുറയും. പക്ഷേ അടുത്ത 2 ദിവസങ്ങളിൽ കൂടി മഴ കരുതിയിരിക്കണം, മഴയെ ജാഗ്രത പാലിക്കണം, മുന്നറിയിപ്പുകൾ കൃത്യമായിട്ട് അനുസരിക്കണം എന്നുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ ജലാശയങ്ങളിലൊക്കെ തന്നെ ജലാശയങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലേക്ക് ഇറങ്ങുന്നതോ അല്ലെങ്കിൽ ജലാശയങ്ങൾ മുറിച്ചു കടക്കാനോ ഒക്കെയുള്ള ശ്രമങ്ങൾ ഒഴിവാക്കണമെന്നുള്ളതാണ്. ഈ മലയോര മേഖലകളിലേക്ക് അടക്കമുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. തീരപ്രദേശങ്ങൾ അല്ലെങ്കിൽ കടലുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരങ്ങളൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കണം. കടലിലേക്ക് ഇറങ്ങുന്നതൊക്കെ തന്നെ ഒഴിവാക്കണമെന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ കൂടി മഴയെ കരുതിയിരിക്കണം. പക്ഷെ ഇത്രത്തോളം തീവ്രമായിട്ടുള്ള മഴ വരും ദിവസങ്ങളിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യവും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാണ്. തീർച്ചയായും സൂര്യ, ഈ ഒരു കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. കേരള തീരത്ത് ശക്തമായ കാറ്റിനും സാഹചര്യമുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതായത് കേരള തീരത്ത് ഉൾപ്പെടെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ടാണ് ഇൻകോയിസ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ശക്തമായിട്ടുള്ള കാറ്റിനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. അതിനാലാണ് ഉയർന്ന തിരമാലകൾ ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ രാത്രി 11:30 വരെയാണ് അത്തരത്തിൽ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൂടാതെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ തീരപ്രദേശങ്ങൾക്ക് വിവിധ അലേർട്ടുകളും നൽകിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ഒക്കെ അത് കാണുകയും അത് ജാഗ്രതാ നിർദ്ദേശം അത് കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ അത് കാണുകയും അത് അനുസരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. എന്തായാലും തീരദേശ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അത് ഇൻകോയിസും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ ഓരോ മണിക്കൂറിലും പുറപ്പെടുവിക്കുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പാലിക്കണം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പെയ്ത ആ മഴയുടെ തീവ്രത ഇനി അടുത്ത മണിക്കൂറിലും അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും പെയ്യുന്ന മഴയ്ക്ക് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പക്ഷേ മഴയും കാറ്റിനെയും കരുതിയിരിക്കണം കുറച്ചു ദിവസം കൂടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും. എറണാകുളം മുതൽ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലയിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. സൂര്യഗായത്രി, അഭിന പിച്ചിറയ്ക്കൽ, പ്രസാദ് കാളിദാസൻ എന്നിവരാണ് വിവരങ്ങൾ നൽകിയത്.